ഹലോ, എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്ത റൈസാണ് ഇത്. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് റൈസ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ വെള്ളം ഞാൻ ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളം തിളച്ച് വരട്ടെ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയും ഐറ്റംസ് ആണ്. ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. അപ്പോൾ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള തക്കാളി സാദം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ കശുവണ്ടി, 2 ഉണക്കമുളക് നടുകെ കട്ട് ചെയ്തത്. ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജീരകം എല്ലാം പൊട്ടി ഈ കടലയുടെയും കശുവണ്ടിയുടെയും കളർ മാറി വരുന്നത് വരെ വേണം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 90% റൈസ് വെന്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് സവാള ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. സവാളയുടെ കളർ നന്നായിട്ടൊന്ന് മാറി ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാനേ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറെല്ലാം മാറി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് നടുകെ കീറിയത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നോർമൽ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയേ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഈ ടൊമാറ്റോയും സവാളയും ഒന്നും വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ കേട്ടോ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അല്പസമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു വേവ് മതി. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വാർത്തെടുത്തിട്ട് വരാം. ചോറ് ഞാൻ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം വേവിച്ച് ആറാൻ വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് അല്പം മല്ലിയില വിതറി കൊടുക്കാം. ഇനി ഒരു തടി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഈ സമയത്ത് ഇതിൽ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. പോരെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പപ്പടത്തിനൊപ്പം, അച്ചാറിനൊപ്പം, തൈരിനൊപ്പം, സാലഡിനൊപ്പം ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് ഈ ടൊമാറ്റോ റൈസ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ഈ ടൊമാറ്റോ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.